എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരട്ടെ. എൻ്റെ ഒപ്പം ഇന്ന് തോമസ് എന്ന് പറഞ്ഞ ആളാണുള്ളത്. ഈ ഷൈനിയുടെ മരണത്തെക്കുറിച്ച്, ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു, തിരക്കാറുണ്ടായിരുന്നു. തോമസ് ശക്തമായ ഒരു സപ്പോർട്ടാണ് ഹാർഡ് ഫാർമർ എന്ന ചാനലിന് നൽകിക്കൊണ്ടിരുന്നത് ഈ കാലം അത്രയും. തോമസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഷൈനി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ട് 21 ദിവസം പൂർത്തിയായി. എങ്കിൽ തന്നെ വിട്ടുമാറാത്ത വേദനകൾ, കുത്തിപ്പറിക്കുന്ന നൊമ്പരങ്ങളാണ് ഓരോ ആൾക്കാരും അനുഭവിക്കുന്നതെന്നാണ് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും പറയുന്നത്. ഞാൻ ഓർത്തു എനിക്കും തോമസിനും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചുങ്ക ഇടവകയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ല, ചില ആൾക്കാർ അതിരാവിലെയൊക്കെ ഞെട്ടിത്തെറിച്ചാണ് കേൾക്കുന്നത്, അത് പേടിച്ചും ഭയന്നാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ആരാണ്ട് വിളിച്ചെണീപ്പിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. വളരെയധികം ആൾക്കാർ വിളിച്ച് നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. എത്ര നാളുകൾ കഴിഞ്ഞാലും ഇവരുടെ ഓർമ്മകൾ നമ്മളെ വിട്ടു പിരിഞ്ഞ് പോകുകയല്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഒരു തെളിവ് ഓരോരുത്തരും നമ്മളോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ഷൈനിയും കുട്ടികളും അതുപോലെ ഈ ചുങ്കത്തും ഈ ഏറ്റുമാനൂരൊക്കെ കിടന്ന് നന്നായിട്ട് അനുഭവിച്ചു. സ്വന്തം വീട്ടിൽ നിന്നും, ജന്മം കൊടുത്ത വീട്ടിൽ നിന്നും, ഭർത്തൃ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കടന്നു വന്നപ്പോൾ അവിടെ ഒരു ഫാദറുണ്ട്, ഒരു സ്വന്തം അപ്പൻ്റെ ഒരു പരിചരണം, അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടുമെന്ന് അവർ വിചാരിച്ചു. അതും കിട്ടിയില്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ഒരു വേണ്ട സപ്പോർട്ടോ കാര്യങ്ങളും കിട്ടാതെ എല്ലായിടത്തും കുറ്റപ്പെടുത്തലുകളും, ജോലി അന്വേഷിച്ച് പോയപ്പോൾ അവിടുന്ന് ഒഴിവാക്കലുകളും, അവൾ കൊള്ളിയല, അവൾ വൃത്തികെട്ടവളാണ്, പല രീതിയിലുള്ള അവിഖ്യാതികൾ ഏറ്റുവാങ്ങി അവസാനം ഈ ജീവിതമേ മടുത്ത് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി ഞങ്ങളിന്ന് നിറവേറ്റാൻ പോവുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തോമസേ, നമസ്കാരമുണ്ട്. നമസ്കാരം. തോമസ്, എന്താ പറയാനുള്ളത്? നമ്മുടെ ഷൈനി ചേച്ചിയും കുട്ടികളുടെയും ആ ഒരു അതിദാരുണമായ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളതാണ്. അത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സിജോ ഭായ്, ഞാനൊരു നിയമ മേഖലയിൽ വക്കീലിനൊപ്പം കുറേ കാലം വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു വെളിച്ചത്തിലും കൂടിയാണ് ഞാനത് പറയുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഇത്രയും നാളുകൾ ചാനലുകളും അല്ലെ എല്ലാവരും ചർച്ച ചെയ്തു, ഇതിൽ യഥാർത്ഥമായിട്ടും നഷ്ടം വന്നിരിക്കുന്ന ആർക്കാണ്? സത്യത്തിൽ നോബി എന്ന് പറയുന്ന വ്യക്തിക്കും ആ കുടുംബത്തിന് മാത്രമാണ് നഷ്ടങ്ങൾ വന്നിട്ട്. നോബിയുടെ ഭാര്യയും കുട്ടികളും നഷ്ടപ്പെട്ടു. നോബി നിലവിൽ എന്ത് ചെയ്യപ്പെട്ടു? ജയിലിൽ അടയ്ക്കപ്പെട്ടു. നോബിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റമെന്ന് പറയുന്നത് ആത്മഹത്യ പ്രവണത, അല്ല ആത്മഹത്യ ഉണ്ടാക്കാനായിട്ടുള്ള പ്രേരണ കുറ്റം മാത്രമാണ്. ഞാൻ ഇവിടെ ചോദിക്കുന്ന നിയമത്തിൻ്റെ ചില കാര്യങ്ങളാണ് ഞാനിവിടെ ചോദിക്കുന്നത്. ഇതിൽ നിയമപാലകർ ഇത് കണ്ടിട്ട് ഇത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ചോദിക്കുന്ന ഒരു ഭാഗം എന്താണ്? ആത്മഹത്യ പ്രേരണ ഉണ്ടായത് ആർക്ക് മാത്രമാണ്? സത്യത്തിൽ നോബിയുടെ ഭാര്യയ്ക്ക് മാത്രമാണ് ആത്മഹത്യ പ്രേരണ ഉണ്ടായത്. ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും ആത്മഹത്യക്ക് അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അവിടെ അപ്പം ഈ ഷൈനി ചേച്ചി ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് പോയി, ആ കുഞ്ഞുങ്ങൾ ജീവൻ പോകണമെന്നുള്ള സാഹചര്യം ഉണ്ടായാൽ അവിടെ കൊലപാതക കുറ്റം തന്നെയാണ്. അതിന് 1-ാം പ്രതി ഷൈനി എന്ന് പറയുന്ന ആളും കൂട്ടുപ്രതികളായിട്ട് ഈ ഇൻസിഡൻറ്റ് സംഭവിക്കാൻ ഏതൊക്കെ കാരണമായോ അവരും പ്രതികളാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഒരു ആദ്യമേ തന്നെ ഇപ്പോൾ ഈ നോബിയും ഈ ഭാര്യയും തമ്മിലുള്ള ഒരു വഴക്ക് ഒരു കുടുംബ പ്രശ്നമാണ്. അത് വലുതായതിനു ശേഷമാണ് നമ്മളൊരു ഇതിലോട്ട് കിടക്കുന്നത്. ആ നിയമപാലകൻ്റെ അടുത്ത് ആദ്യം ചെന്ന ഒരു കേസുണ്ടാവുമല്ലോ, ആ കേസിന് ആദ്യം ഒരു ഒത്തുതീർപ്പിനെ ഇവരെ പറഞ്ഞു വിട്ടുന്നോട്ട് വീണ്ടും ഇപ്രകാരം കേസുണ്ടായി കഴിഞ്ഞപ്പം നിയമത്തിൻ്റെ പരിരക്ഷ പറയുന്നത്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവിടെയുള്ള നിയമ പണ്ഡിതന്മാർക്ക് പറയാം. 498 കേസോ അതല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര മോഡസ്റ്റി ഓഫ് വുമണോ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ തന്നെ ആ പ്രതി എന്ത് ചെയ്യണം? റിമാൻഡ് ചെയ്യണം. രണ്ടാമത് വീണ്ടും ഈ മൈനറായിട്ടുള്ള കുട്ടികൾക്കുള്ള അവകാശ സംരക്ഷണ നിയമം നിലനിൽക്കുന്നു. ഇവിടെ ഈ കൊച്ചിനും ഈ കുഞ്ഞുങ്ങൾക്കും ഈ വീട്ടിൽ നിൽക്കാൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ സ്ത്രീക്ക് സാഹചര്യമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ആ പോലീസുകാർ ഉത്തരവാദിത്തമായിട്ട് എടുത്തിട്ട് ചെയ്യേണ്ട നടപടി എന്നാന്ന് വെച്ചാൽ, ഇവന് യഥാർത്ഥത്തിൽ വരുമാനവും ജോലിയും ഉണ്ടെങ്കിൽ വാടകയ്ക്ക് അവരെ മാറ്റി താമസിപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ പോയി ഇവൻ ശാരീരിക ഉപദ്രവമോ ഫോൺ വിളിച്ചോ ശല്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കാം. ഇത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവിടെ 100% പറയുന്നു, ഓർഡർ മേടിച്ചത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് മറ്റു പലരുടെയും. ഞാനത് പലതവണ ഹാർഡ് ഫാർമറോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതായത് പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ പോലെ തന്നെ ക്രിമിനൽ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് ചെയ്യാം. രണ്ടാമതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡൈവോഴ്സ് പെറ്റീഷന് പോകുന്നത്. അതിനൊപ്പം തന്നെ CJM കോടതിയിൽ MC കേസ് ഫയൽ ചെയ്യാം. അതായത് ചെലവിന് കിട്ടാനുള്ള അവകാശത്തിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാം. ഈ ജാമ്യമില്ലാത്ത വകുപ്പിൽ ഇവനെ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് നിയമം കർശനമാക്കിയിരുന്നെങ്കിൽ ഇത് നടക്കില്ല. അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുട്ടികളെ തമ്മിൽ വേർതിരിച്ചു. ഒരു ആൺകുട്ടിയാണ്, ആ ആൺകുട്ടി ഒരു വ്യാജമായിട്ടാണ് ഒരു കേസ് കൊടുത്തതെന്ന് നമ്മൾ ഇപ്പോൾ അറിയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൊച്ചൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ജുവനൽ ജസ്റ്റിസ് ബോർഡ് ഉണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്. ഇവരിടപെട്ടിട്ട് ഈ കൊച്ചിന് വേണ്ടതായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തിട്ട് യാഥാർത്ഥ്യം എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അവിടെ ആ കൊച്ചിൻ്റെ മൈനറായിരിക്കുന്ന കൊച്ചിൻ്റെ
യഥാർത്ഥമായിട്ട് മാതാവിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണം, സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടർച്ച, ഒരു കുടുംബത്തെ മുഴുവൻ തകർക്കുന്നതിന് അവനെ നുണ പറയിപ്പിച്ചതാണെങ്കിൽ അവൻ്റെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാവും നോക്കണം. ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ എന്താവും, അവൻ്റെ പഠനാവസ്ഥ എന്തുണ്ടാവും. ഇപ്പം ഇറച്ചി കഷ്ണം പോലെ തെറിച്ചു പോയിട്ടുള്ള ആ ഷൈനി ചേച്ചിയുടെയും കുട്ടികളുടെയും ആത്മാവിന് നീതി കിട്ടേണ്ടത് തന്നെയാണ്. കാരണം ഇത് മറ്റ് പൊതുജനങ്ങൾ വെറുതെ തള്ളിക്കളയുന്നത് പോലെയല്ല. യഥാർത്ഥത്തിൽ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത് ഞാനതിന് തയ്യാറാക്കി വന്നത്. ഇപ്പം ഹാർഡ് ഫാർമർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഹർജി എഴുതി ആദ്യം ഞാൻ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. കാരണം ഒരു 498 കേസ് വന്നു, പിന്നെ ഒരു 354 വന്നു, പിന്നെ അടിച്ചു പിടിച്ചു, പിന്നെ പാതിരാത്രി വഴിയിലിറങ്ങി നിന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇറങ്ങി നിന്ന ഈ കുട്ടികൾക്കിടെയും ഈ ഷൈനി ചേച്ചിയുടെയും അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള സ്ത്രീ അവകാശ സംരക്ഷണം, കുട്ടികളുടെ അവകാശ സംരക്ഷണം, ഈ സംരക്ഷണമൊക്കെ സർക്കാർ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാക്കേണ്ടത് ആരാ? ഉദ്യോഗസ്ഥരാണ്. ശരിയല്ലേ? ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഈ സംരക്ഷണം നടത്താത്ത ഈ കൊടുത്ത പെറ്റീഷനിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താണ് ഇത് ചെയ്യാത്തത്? അതുപോലെ തന്നെ ഈ ജോലി തടസ്സം ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ജോലി തടസ്സം ചെയ്തെങ്കിലും അത് ചെയ്തവരാരൊക്കെയാണ്? എവിടെയൊക്കെ ഷൈനി ചേച്ചി പോയി ഈ ജോലിക്ക് വേണ്ടി മുട്ടിയിട്ടുണ്ട്? എനിക്ക് വളരെ വിഷമം തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ജോലിയായിട്ട് എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ കൃഷിപ്പണി എടുത്ത് നടക്കും. ആ ചേച്ചി അത്രയും പഠിച്ചതാണ്, വാഴക്കല ചുമന്നെങ്കിലും അത് ജീവിക്കും. ആ പുള്ളിക്കാർ ഇവിടെ സർക്കാരിലോട്ട് ടാക്സ് കൊടുക്കുന്ന നമ്മൾ കണക്കൂട്ടുമ്പം അതുപോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു. ഈ പെൺകുഞ്ഞുങ്ങളെയും കൂട്ടി ഇവർ പോയതിനകത്ത് കുറ്റം പറയുന്നുണ്ട് എല്ലാവരും. ഞാൻ ചോദിച്ചു, ആ പെൺകുഞ്ഞുങ്ങൾക്ക് എന്തോ സുരക്ഷക്കുറവുള്ളത് കൊണ്ടല്ലേ ആ അമ്മ ചെയ്തതേ ഇല്ലേ എന്ന് നമുക്ക് നോക്കണം. പെൺകുഞ്ഞുങ്ങളുള്ള ഓരോ മാതാവിനും അറിയാം പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷയെ പ്രമാണിച്ച് ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാനിത്ര രോഷം കൊണ്ട് പറയാൻ കാരണം വെച്ചാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ ഈ തൊടുപുഴയിൽ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞാൻ ജുഡീഷ്യറിയിൽ 12 കൊല്ലക്കാലം ഒരു വക്കീലിൻ്റെ ഓഫീസിൽ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം ഇതൊരു വിഷമമുണ്ട്. അടുത്തൊരു കാര്യം ഞാനിവിടെ ചോദിക്കുന്നത്, ഒരു പുരോഹിതൻ എന്ന് പറയുന്നു, ഇവരുടെ വീട്ടിൽ പുരോഹിതൻ എന്ന് പറയുന്നത്, അതിനേക്കാൾ ഉപരി ഇവൻ പറയുന്നത് ഇവൻ എന്നെ ഹൈക്കോടതിയിൽ ഏതാണ്ട് എന്നെ അഡ്വക്കേറ്റ്, ഹൈക്കോടതി അഡ്വക്കേറ്റിന് എന്നെ കൊമ്പുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ഹൈക്കോടതി അഡ്വക്കേറ്റുമാരെ ആരെയും ഭീഷണിപ്പെടുത്തൂല, അവർ കടലാസ് പുലി കാണിച്ച് പേടിപ്പിക്കുകയില്ല, അതുപോലെ ഇത്തരം ചെറ്റത്തരം ചെയ്യുകയില്ല. എനിക്കറിയാവുന്ന അഡ്വക്കേറ്റുമാരുണ്ട് ഇഷ്ടം പോലെ ഹൈക്കോടതി അഡ്വക്കേറ്റ്. അവരുടെ ആ പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു കൂറുണ്ട്. അതിനകത്ത് ഇതുപോലൊക്കെ ഈ നക്കിത്തരുന്ന, ഇത് പറയുന്നത് മോശമാണെങ്കിൽ പോലുവാ, കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ ഇവൻ ഈ തേർഡ് പാർട്ടിയായിട്ട് പോയിരുന്നു. ഞാൻ ചോദിച്ചു, ഇവന് പോകാൻ എന്നാ റൈറ്റ്? ഇവനെന്ന് ഞാൻ വിളിക്കും. കാരണം ഞാൻ ഈ പറയുന്ന അച്ഛന്മാരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന അനേകം സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളാണ്. ഈ സോഷ്യൽ സർവീസ് ചെയ്യാത്ത ആളല്ല. അപ്പോൾ ഇവൻ എന്താ റൈറ്റ്? അവിടെ പോയി ആ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള തോമസ് ചേട്ടൻ ഇരിക്കുമ്പോൾ ഇവൻ എന്നാ റൈറ്റ്? അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തോമസ് ചേട്ടനാ റൈറ്റ്? ഇവൻ അവിടെ പോയി ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. ഇവൻ ഭീഷണിപ്പെടുത്താൻ ഇവൻ ആരാ? ഇവന് വക്കാലത്ത് കൊടുത്തിട്ടുണ്ടോ? അതായത് ഈ നോബി എന്ന് പറയുന്ന ആൾ വക്കാലത്ത് കൊടുത്തിട്ടുണ്ടോ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കോടതിയിൽ നിന്ന് നോട്ടീസ് കൈപ്പറ്റിയില്ല എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, അർജന്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് എത്രയും പെട്ടെന്ന് സഡൻ നടപടി നടത്താനുള്ള നിയമവ്യവസ്ഥിതിയുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനൊക്കെ തുരങ്കം വെച്ചതാരാണ്? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പം ഒരു ഷൈനി ചേച്ചി കുട്ടികളെ കുറച്ച് നാൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ പോയിന്റുകളെല്ലാം വെച്ച് തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥമായിട്ട് പൊതു താല്പര്യ ഹർജി പോലെ ഫയൽ ചെയ്ത് നമ്മൾ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ, അതായത് ഏതൊക്കെ ഓഫീസർമാർ, ഏതൊക്കെ ഇതിനകത്ത് ഷൈനി ചേച്ചി നിയമപരമായിട്ട് ആ ബന്ധപ്പെട്ട ആ പരാതി ആദ്യം തൊട്ട് എന്തുകൊണ്ട് വ്യക്തമായിട്ട് അന്വേഷിച്ചില്ല? ഈ പീഡനമേക്കാനായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇതിനകത്ത് എൻ്റെ പേരിൽ ഇനി കേസ് വന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു സ്ത്രീ, ഒരു നടി ഒരു ബോഡി ഷേമിങ് നടത്തിയെന്നും പറഞ്ഞ് ഒരു കേസ് വന്നു. നമുക്കറിയാലോ, എന്തോ ഒരു ചെറിയൊരു പരാമർശം മാത്രമേ നടത്തിയുള്ളൂ. അവിടെ ഇതിവിടെ പ്രബലനായിട്ടുള്ള വലിയൊരാളെ ജയിലിൽ ഇട്ടു. അപ്പോൾ അവിടെ എന്താണ് ആ സെക്ഷൻ എന്താണ്? അപ്പോൾ ഈ ഷൈനി ചേച്ചിക്കെതിരെ സെക്ഷനും ഈ പറയുന്ന ആ വിമണിനെതിരെയുള്ള സെക്ഷനും തമ്മിൽ എന്താ വ്യത്യാസം? ഷൈനി ചേച്ചി ഏൽക്കപ്പെട്ട പീഡനത്തിനകത്ത് ഈ നിയമവ്യവസ്ഥിതിക്കൊന്നും കാണാനില്ലേ? അതുപോലെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ പറയാം, ഇവിടെ ഷിൻഡോ സാർ ഇരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ഭാര്യയുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ വളരെ മാന്യമായിട്ട് സംസാരിച്ചു. രണ്ടാമത് സംസാരിച്ചു. മൂന്നാമത് പറഞ്ഞു, നീ ജീപ്പേ കയറിക്കോ, ബാക്കി കോടതി ചെയ്തോളും. ഷിൻഡോ പി കുര്യൻ സാറ്, അതുപോലെ തന്നെ ക്ലീറ്റ സാറ്, റിട്ടയർഡ് ആയിട്ടുള്ള നമ്മുടെ ബഷീർ സാറ്, പിന്നെ എനിക്ക് പറയാം ഡി സുനിൽകുമാർ സാറ്, അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു SI സാറ്, ഇവരൊക്കെ നിയമം നടപ്പിലാക്കിയത് ഇവിടെയുള്ളവർ കാണണം. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ തൊടുപുഴയിൽ നിന്ന് കൈക്കൂലി മേടിക്കുന്ന പോലീസുകാർ, ഇങ്ങനെയുള്ളിടത്ത് ഇതുപോലെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഈ ഷൈനി ചേച്ചിക്കും കുട്ടികൾക്കും ഇനിയെങ്കിലും നീതി, ഇനി മരണപ്പെട്ടിട്ട് എന്ത് നീതി കിട്ടാനാണ്? പക്ഷേ നമ്മൾ പൊതുജനത്തിൻ്റെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കത് നേടിക്കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഇവർ പോയി, നമ്മുടെ പിറന്ന വീട്ടിൽ എന്താണ് സംഭവിച്ചത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം സംരക്ഷണം കിട്ടുമെന്ന് ചിന്തിച്ച ആ വീട്ടിൽ നിന്നാണ് ഇവർ മരണത്തിലോട്ട് നടന്നു പോയത്. അപ്പോൾ അവിടെ ഏറ്റ തിരസ്കരണം എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ ഇത് സർക്കാർ കൊടുത്തിട്ടുള്ള ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം നിലനിൽക്കെ ഇപ്രകാരം പ്രവർത്തിച്ച ആരൊക്കെയാണോ അതിനകത്ത് ഒരു ചെറിയ ഇതുപോലും
ഇവരുടെ ഈ ഒരു നടപടിക്ക് വേണ്ടി തടസ്സം ചെന്ന ആരൊക്കെയാണോ അവരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന് നമ്മൾ വേണ്ട ഇപ്പം തന്നെ പരാതി നമ്മൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഹാർഡ് ഫാർമറെ, കാരണം ഞാൻ ആ കാര്യത്തിൽ വളരെയധികം ബഹുമാനിക്കുന്നു. കാരണം ഓരോ ഘട്ടത്തിലും ആ ഫോണിൻ്റെ കാര്യം പോലെ ആദ്യം നിങ്ങളുടെ ചാനലാണ് ചോദിച്ചത്. ഹാർഡ് ഫാർമർ എന്നെ വിളിച്ചപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, ഓരോ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞു ഇത് 100% ഉറപ്പായിട്ടും ഇത് നീതി കിട്ടേണ്ടതാണ്. നീതി മാത്രമല്ല, ശിക്ഷിക്കപ്പെടണം. അതല്ലാതെ നോബി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പറഞ്ഞു നോബിയും ഞാനും ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. ഈ നോബി എന്ന് പറയുന്ന ആൾ മാത്രം ബലിയാടാക്കി അവിടെ അകത്ത് കിടക്കുന്നതല്ല. നോബി ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നോബിയും പ്രതീക്ഷിച്ച് കാണൂല ഇത്രമാത്രം അവനെ ആരെങ്കിലും ഈ വളഞ്ഞു വഴി ഉപദേശിച്ചു കൊടുത്ത ആൾക്കാരുണ്ടാകാം. അതല്ലെങ്കിൽ അവൻ്റെ ചേട്ടൻ അഡ്വക്കേറ്റ് ഇത്തരം മണ്ടത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഈ നോബി ചെയ്തതിനേക്കാൾ കൂടുതൽ ഇതിന് ഈ കൊലക്കുറ്റം, അതായത് ആ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ആ നടപടിക്ക് ഇവിടെ ഏതൊക്കെ നിയമപാലകർ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, ചൈൽഡ് ലൈൻ ആണെങ്കിലും അതുപോലെ ബാലാവകാശ കമ്മീഷനാണെങ്കിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അവരെല്ലാം നിയമാനുസരണം ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്കിതാണ് പറയാനുള്ളത്. അതിനുള്ള പരാതി റെഡിയാക്കി ഞാനത് താങ്കളുടെ കയ്യിൽ തരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒപ്പിടും. ബാക്കിയുള്ള ആളുകളെയൊക്കെ ഒപ്പ് ശേഖരിച്ച് ഈ രീതിയിലുള്ള അന്വേഷണം നടത്തി അതിനൊരു യഥാർത്ഥമായിട്ട് നമ്മുടെ പൊതുജനത്തിൻ്റെ ഒരു ആവശ്യപ്രകാരം നടത്തണമെന്ന്. പിന്നെ തൊടുപുഴക്കാരൊന്നും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സമയത്ത് വന്നപ്പോൾ ആ വീടുമായിട്ടുള്ള അവരെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തൊടുപുഴ നിവാസികളോട് ഞാൻ തൊടുപുഴക്കാരനായതിൽ അഭിമാനിക്കുന്ന ആ കാര്യത്തിൽ. കാരണം ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിയമത്തിന് മുമ്പിൽ ചെന്നിട്ട് നിയമത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഷൈനി ചേച്ചിയോടും കുഞ്ഞുങ്ങളോടുമുള്ള ആ ഒരു ആദരവും ആ ഒരു സ്നേഹവും ഈ തൊടുപുഴക്കാർ ആ വലിയൊരു ജനം ഇവിടെ അവരുടെ ശവസംസ്കാര ചടങ്ങിലെത്തിയെങ്കിലും ഈ പാതകം ചെയ്ത വീട്ടുകാരെ ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു ചെറിയൊരു കാര്യമുണ്ട്. അത് പറയാൻ പറ്റില്ലെങ്കിലും പറയുകയാണ്. കാരണം ഈ ബോഡി ഏറ്റുവാങ്ങാൻ പോയപ്പം ഈ നോബിയെ വിലങ്ങ് വെക്കാതെ ഒരു സന്ദർശകൻ എന്ന രീതിയിൽ കൊണ്ടുപോയത് ശരിയായില്ല. കാരണം ഓൾറെഡി അവൻ എന്ത് ചെയ്യപ്പെട്ടതാണ്, ഇതിനകത്ത് പ്രതിയായി ചേർക്കപ്പെട്ടതാണ്. നിയമപരമായി വിലങ്ങ് വെക്കാതെയാണ് ഈ നോബിയെ അവിടെ കൊണ്ടുപോയത് എന്നുള്ളത് നിയമത്തിൻ്റെ ഇതിനകത്ത് ആരൊക്കെയോ ഇതിനകത്ത് കൃത്യമായിട്ട് ഇട്ടുമൂടാൻ പാകത്തിന് പണം കൊടുത്തിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നിയമം കർശനമാക്കാതെ ഇത്രയും ലാഘവത്തോടുകൂടി 2 കുഞ്ഞുങ്ങളുടെയും ആ സ്ത്രീയുടെയും ജീവൻ കളഞ്ഞതിന് നിയമ മേഖലയിൽ പണിയെടുത്ത ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് ഞാൻ അറിയിക്കുന്നു. പ്രിയരെ, നമ്മൾ ഈ ഷൈനി ചേച്ചിയുടെയും കുട്ടികളുടെയും ആ ഒരു മരണത്തെ തുടർന്നുള്ള നമ്മൾ നിയമപരമായിട്ട് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ പോകുന്ന പരാതിയുടെ ഒരു കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ ചുങ്കം ഭാഗത്ത് താമസിച്ചിരുന്ന ഷൈനിയും കുട്ടികളും ഏറ്റുമാനൂർ ഭാഗത്ത് ട്രെയിൻ തട്ടി മരണപ്പെട്ടതിൻ്റെ കാരണക്കാരായവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി നിയമ നടപടി നടത്താൻ പൊതു താൽപര്യപ്രകാരം താഴെ ഒപ്പിട്ട് നൽകുന്നവരുടെ പരാതി സംഗതി സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകേണ്ട ശക്തമായ നിയമം നിലനിൽക്കെ യഥാവിധി നടപ്പിലാക്കാത്ത കൃത്യവിലോപം നടത്തി നിയമ ദുരുപയോഗം നടത്തൽ പ്രോത്സാഹനം നൽകി പ്രകാരം മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം. സർ, ഷൈനിക്കുണ്ടായ മാനസിക പീഡനത്താൽ ആത്മഹത്യ ചിന്ത ടിയാളിൽ മാത്രം രൂപപ്പെട്ടതും എന്നാൽ കുട്ടികളെ കൊല ചെയ്യുന്നതിന് ഇടയാക്കിയതിനാൽ മരണപ്പെട്ട ഷൈനിയെ ആയതിന് പ്രേരിപ്പിച്ച മറ്റുള്ളവരും കൊലപാതക കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഈ കുടുംബ പ്രശ്നത്തിൽ തുടക്കത്തിൽ തന്നെ ഷൈനി സമീപിച്ച നിയമപാലകർ ആരായിരുന്നു? പലതവണ പരാതികൾ വന്നിട്ടും അവിടെ സ്ത്രീക്കും മൈനർ കുട്ടികൾക്കും നിയമപരിരക്ഷ നൽകാത്തത് എന്തുകൊണ്ട്? ഗാർഹിക പീഡനം പലതവണ നടന്നിട്ടും ഈ കുട്ടികളെയും സ്ത്രീയെയും നല്ല ജോലിയും വരുമാനമുള്ള ഭർത്താവിന് ഉത്തരവ് നൽകിയും അവരെ മാറ്റിപ്പറപ്പിച്ചും ടിയാളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ ചെലവും അതിനൊപ്പം ഇവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും മാനസിക സമ്മർദ്ദം നൽകുന്നതിൽ നിന്നും ഇവർ ആയിരുന്ന സ്ഥലത്ത് കടന്നു കയറാതിരിക്കുന്നതിനും ഉത്തരവ് നൽകാൻ നിയമത്തിന് അധികാരമുണ്ടായിരിക്കെ ഇത് നൽകാത്തത് എന്തുകൊണ്ട്? ആയതുകൂടാതെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും മാനസിക ആരോഗ്യത്തിനും നിലനിൽക്കുന്ന ചൈൽഡ് ലൈൻ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ബാലാവകാശ കമ്മീഷൻ എന്നിവിടങ്ങളിലേക്ക് ശക്തമായ നിയമസഹായത്തിന് എന്തിന് ഇവരെ അയച്ചില്ല? കുട്ടികളിൽ ആൺകുട്ടിയെ കൊണ്ട് മാതാവിനെതിരെ കേസ് കൊടുത്ത സമയം ആയത് സത്യമാണോ എന്ന് പരിശോധിക്കാതെയും ആ കുട്ടിയെ നല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കി സത്യം വെളിയിൽ കൊണ്ടുവരാനും കുട്ടികളുടെ സാഹോദര്യ ബന്ധം തകർക്കാതിരിക്കാനും ആൺകുട്ടിക്ക് മാതാവിൽ നിന്ന് കിട്ടേണ്ട കരുതൽ നഷ്ടപ്പെടുത്തുന്നതിനും ഇടയാക്കിയത് ഏത് സംവിധാനമാണ്? ജീവിക്കാനുള്ള മാർഗത്തിന് തൊഴിൽ തേടിയ ഷൈനിയുടെ തൊഴിൽ ലഭ്യത തടഞ്ഞ സംവിധാനം ഏതൊക്കെയാണ്? സംരക്ഷണം ലഭിക്കും എന്ന വിശ്വാസത്തിൽ സ്വന്തം ഭവനത്തിൽ നിന്ന ഷൈനി ചേച്ചി ആ ഭവനത്തിൽ താമസിക്കുന്നതിന് ജീവൻ നഷ്ടപ്പെടുത്തിയതിൽ അവിടെ എന്താണ് ഷൈനി ചേച്ചിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരസ്കരണം? പുരോഹിതൻ എന്ന കുപ്പായവും അതിനൊപ്പം ഹൈക്കോടതി അഡ്വക്കേറ്റ് എന്ന ലേബൽ പറഞ്ഞ് ഭീഷണി മുഴക്കി നോബിയുടെ സഹോദരൻ നിയമപാലകരെ സ്വാധീനിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയതിന് വഴങ്ങിയ നിയമപാലകർ ആരൊക്കെ? ആകയാൽ ഈ പരാതി സ്വീകരിച്ച് സർക്കാർ പൊതുജന ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നൽകിയ നിയമ സംവിധാനം യഥാവിധം നടപ്പിലാക്കാത്ത എല്ലാ നിയമപാലകർ പാലിക്കാത്ത എല്ലാ ആളുകളും ഇവരെല്ലാം കണ്ടെത്തി കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ കൊലക്കുറ്റത്തിൻ്റെ ശിക്ഷാ നടപടി ഇവർക്കെതിരെ കണ്ടെത്തി നടപടി നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ പരാതിയുടെ മൊത്ത രൂപം.
ഇതിലാണ് നമ്മൾ ഒപ്പിട്ട് നമ്മൾ അധികാര സ്ഥലത്തോട്ട് അയക്കുന്നത്. നിയമമേഖലയിൽ 12 വർഷക്കാലം ജോലി ചെയ്തിരുന്ന തോമസാണ്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകൾ കമൻറ്റുകളായിട്ട് പോരട്ടെ. ഇങ്ങനൊരു ദുരന്തം ഇനി കേരളത്തിൽ ഒരിടത്തും വരാതിരിക്കട്ടെ, ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്നും വിഷമങ്ങൾ ഒരിക്കലും മാറുന്നില്ല, ഇതുകൊണ്ടൊന്നും പരിഹാരമില്ല എങ്കിൽ തന്നെ ഇങ്ങനെയൊരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടായിക്കൂടാ. നമ്മൾ ആഗ്രഹിക്കുന്ന നിയമങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നീതി നമുക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് കിട്ടിയില്ല. കാരണം ഷൈനി മുട്ടാത്ത വാതിലുകളില്ല, കൈ നീട്ടാത്ത ആൾക്കാരില്ല. എല്ലാ രീതിയിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ. അവസാനം നിയമത്തിന് ഷൈനീനെ സഹായിക്കാൻ പറ്റിയല്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഷൈനി ഈ ലോകവാസം വെടിഞ്ഞു പോയത്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഒപ്പം എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു തന്ന തോമസിന് നമ്മൾ ഒരിക്കൽ കൂടി ഒരു പ്രത്യേക താങ്ക്സ് ഹാർഡ് ഫാർമറിൻ്റെ പേർക്ക് അർപ്പിക്കുകയാണ്.